ക്രോണിക്കൽസ്. അപ്പം നമ്മൾ ജെസ്സിയും പ്രഭുവും വീട് മാറിയല്ലോ. സോ നമ്മൾ അവളുടെ വീട്ടിലോട്ട് പോവാം. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് വീട് മാറും, അവിടുന്ന് പുതിയ വീട്ടിലോട്ട് മാറുന്നതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അന്നൊക്കെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ്, വയ്യ, തലവേദന, വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല അന്ന്. അതുകൊണ്ട് പിന്നെ അങ്ങ് വിട്ടുപോയി. സോ ഇന്ന് അവരുടെ വീട്ടിലോട്ട് പോവാം. അവർ ഇന്നലെ ഷിഫ്റ്റ് ചെയ്തു കംപ്ലീറ്റ്ലി. അവിടെ നമ്മുടെ പിള്ളേരാണ്. ഞാൻ എമർജൻസി വർക്ക് ചെയ്യുന്നു. സോ എമർജൻസിയിൽ തന്നെ ജെസ്സി, പ്രഭു ആൻഡ് ഐഫയുടെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വരും 6th. പിന്നെ രമ്യയും നിതിനും. അപ്പം നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോയി ജസ്റ്റ് ചുമ്മാ അവിടെ വിസിറ്റ് ചെയ്തിട്ട് വരാം. ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. 17 ഡിഗ്രിയാണ്. അപ്പം എന്തായാലും അവരുടെ വീട്ടിൽ പോയിട്ട് കാണാം. നമുക്ക് അവരുടെ വീടൊക്കെ കാണാം കേട്ടോ. സുവേട്ട ഇത് പിടിക്കാവോ സുവേട്ട? ഇത് രമ്യയുടെ ഒക്കെ മീൻ അവിടുത്തെ ഫ്രിഡ്ജ് ശരിയില്ലാത്തപ്പോൾ ഇവിടെ വെച്ചില്ലേ. ആ ഞാൻ പിന്നെ ജെസ്സിയുടെ കറിയും കൂടെ എടുക്കാം. ഈ നമ്മുടെ കിച്ചണൊക്കെ ഒരു കോലമായിട്ടിരിക്കാം. ആക്ച്വലി ജെസ്സി കുറേ നേരം കൊണ്ട് വിളിച്ചോണ്ടിരിക്കായിരുന്നു. സുവേട്ട വരുവോ, സിസ്റ്റർ വരുവോ? ഹലോ കേട്ടോ, ഒരു വീട്ടുകാരി വന്ന് ഇറങ്ങിയോ. ഇന്ന് നേരത്തെ ഇറങ്ങിയല്ലോ. രമ്യ അറിയത്തില്ല ഞങ്ങള് വരുന്നത്. നേരത്തെ അല്ലേ? അത് ഞാൻ പറയാ, വീട്ടുകാരി അറിയത്തില്ല ഞങ്ങള് വരുന്നത്. ഇപ്പൊ വരുന്നതേ ഉള്ളു. ഓ ഡോറ് തുറന്നു കിടക്കുക. ഓ പുതിയ മിറർ ജെസ്സിയുടെ കുറെ ബൊമ്മച്ചികൾ ഇനി ഒത്തിരി സെറ്റ് ചെയ്യാനുണ്ട്. രമ്യയുടെ വീടാ, രമ്യയുടെ റൂം. ഇതെല്ലാം സെറ്റ് ആക്കണം. ഇത് അലമാര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സുവേട്ട. ഇതിനെത്രേ? അപ്പം നമുക്ക് അടുക്കി പെറുക്കിയിട്ട് ഒന്നും കൂടെ വരാനിരിക്കുന്നു ഗൈസ്. എല്ലായിടത്തെ കണ്ണാടി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസം. ഐഫയുടെ സ്വർഗരാജ്യം വരണമെങ്കിൽ നമ്മുടെ സൽമാൻ ഖാൻ വരണം. ഈ ഗ്ലാസ് പൊട്ടിയതൊക്കെ സെറ്റാക്കി. അതുകൊണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഇത് പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ നാട്ടില് പൊതുമണവാളന്മാർക്ക് നല്ല റൂം ഉണ്ടാക്കും, അതുപോലെ നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റാക്കി. ഫുള്ള് ഇനി എന്തോ വേണോ. ഈ കണ്ണാടിയൊക്കെ അന്നേ ഉണ്ടായിരുന്നത് ഇവിടുത്തെ. ഐഫൊക്കെ അതുകൊണ്ട് ഇത് മേടിക്കേണ്ടി വന്നില്ല. കണ്ട ആയിട്ടുണ്ട്. ഇനി എല്ലാം ഇവര് നിന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ബാത്റൂം നോക്കട്ടെ. ചേട്ടാ ലൈറ്റ് ഇട്ടോ ചേട്ടാ. ഇതിന് ഭയങ്കര വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. ആ സ്റ്റാർട്ടിങ് ബാത്റൂം മാത്രമേ ഉള്ളൂ. ഹീറ്ററിന്റെ ലൈറ്റ് എന്താ കത്താത്തത്? വർക്കല്ലയോ? ഫ്ലഷ് അന്നിന്റെ ഫ്ലഷ് ഒന്നും കൊള്ളത്തില്ലായിരുന്നു. ഇത് റെഡിയാക്കുന്നതേ ഉള്ളൂ. അതെന്ത് പറ്റി? അയ്യോ കിച്ചൺ ഇപ്പം ക്ലീൻ ചെയ്യണം. വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് തരും രണ്ടുപേരും കൂടെ. ഓക്കെ, ഓട്ടോമാറ്റിക്കാ. നമ്മുടെ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ ഇനി ഇവിടെ വരാം, ഇഷ്ടം പോലെ വരാം. ജെസ്സി വീട്ടിലോട്ട് ഫോൺ ചെയ്യാൻ. ജെസ്സി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ? ഇത് എൻ്റെ ഹസ്ബൻഡ് എൽഡർ സിസ്റ്റർ. ഓക്കെ, പസങ്ങൾ കൊടുങ്ക അവിടെ പസങ്ങളൊക്കെ. ദിസ് ഈസ് ഹർ ഡോട്ടർ സാധന, സോറി സഞ്ജന. ഓക്കെ, ഇത് ഹായ് சொல்லு. ഹായ്. നെക്സ്റ്റ് സാധനങ്ക. ദിസ് ഈസ് സാധന, സെക്കൻഡ് സിസ്റ്റർ ഡോട്ടർ. ഓക്കെ, അത് സിസ്റ്റർ ഗ്രേസ് അക്കങ്ക. ഹായ് சொல்லு. ഗ്രേസ് അക്ക. This is our second sister. Okay. ഇത് ഞാൻ இப்படி பண்ணிட்டாளே. സബ്സ്ക്രൈബ് ചെയ്യാൻ அந்த டிராயர் சாதனை செஞ்ச ரெண்டு பேர் யூடியூப்ல வர பாருங்க. ஃபேமஸ் ബ്ലോഗർ இருக்காங்க യൂട്യൂബ്. ജസ്റ്റ് നമുക്ക് സ്പെഷ്യൽ കൊണ്ടുവരും. ഓ ഓ ഓ വീട്ടുകാരി. പായസം റെഡി. ഞാൻ എടുക്കാവേ. ആദ്യത്തെ പായസം ഞാൻ
അങ്ങനെ ഉണ്ടടി. നല്ല ചൂട്, വാഴ ആദ്യം പൊളിപ്പ്, നല്ല മധുരം. ഞാൻ വെക്കുന്ന പോലെ അല്ല ചേട്ടാ, നല്ല രുചിയുണ്ട് അല്ലേ? ഞാൻ വെക്കുന്ന പായസത്തിനേക്കാളും നല്ലതുണ്ട് അല്ലേ? നല്ല മധുരവും നല്ല രുചിയുണ്ട്. ജെസ്സി ബൈ ബൈ. ബൈ, ഗുഡ് നൈറ്റ് മോനെ. വേട്ട നെക്സ്റ്റ് ഇനി ഐഫയും ചെറുക്കനും വരുമ്പോൾ ഞങ്ങൾ വരാം. അപ്പോഴത്തേക്ക് ഇവർ ഫിക്സ് ചെയ്യും കേട്ടോ. ഇവിടെ ഒരു ഡോർ, ഇവിടെ രണ്ടിനും ഓപ്പണിങ്ങാണ്. ശരി എന്നാൽ ഞാൻ പറയാം, ഐഫയുടെ ചെറുക്കൻ വരുമ്പോൾ പോയി കിടന്നോ മോനെ, കിടന്നു. അവർ ടാറ്റ ബൈ ബൈ പറയാം. നമ്മൾ വേറൊരു ദിവസം വരും. ഐഫയും ചെറുക്കൻ കയറിപ്പോക്കോ. ടാറ്റ, ഗുഡ് നൈറ്റ്.